Dear students, in this class let us learn about polynuclear aromatic hydrocarbons, or they are also called polycyclic aromatic hydrocarbons. Polynuclear aromatic hydrocarbons or polycyclic aromatic hydrocarbons are composed of two or more fused benzene-like rings. They exhibit aromatic stabilization, and fused rings in them can share two carbon atoms and the bond between the two. Typical examples are, as you can see here, it is naphthalene, other is anthracene, and the other is phenanthrene. രണ്ടോ അതിലധികമോ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ബെൻസീൻ റിങ്സ് ഉള്ളവരെയാണ് നമ്മൾ പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും രണ്ട് കാർബൺ ആറ്റവും അതിന്റെ ബോണ്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നാഫ്തലിൻ ഒരു എക്സാമ്പിൾ ആണ്. ആന്ത്രസീൻ 3 ഫ്യൂസ്ഡ് റിങ്സ് ഉള്ളതാണ് ആന്ത്രസീൻ. ഫിനാന്ത്രീൻ 3 ഫ്യൂസ്ഡ് റിംഗ് ഉണ്ട്, പക്ഷെ അത് ഈ പാറ്റേണിലാണ് ഫ്യൂസ്ഡ് റിങ്സ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. Now let us discuss the nomenclature of naphthalene. As you can see, in naphthalene there are two fused benzene rings so that the two rings can share a pair of carbon atoms. 9-10 പൊസിഷനിലുള്ള കാർബൺ ആറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ നമ്പർ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് 1 ആണ്, ഫസ്റ്റ് കാർബൺ ഇതാണ്, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ദെൻ ഫിഫ്ത് കാർബൺ, സിക്സ്ത് കാർബൺ, സെവൻത് കാർബൺ, 8th കാർബൺ. ഈ ഷെയർ ചെയ്തിരിക്കുന്ന രണ്ട് കാർബൺ ആറ്റത്തിന് 9, 10 ആണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. ഇത് IUPAC നോമൻക്ലേച്ചർ ആണ്. നമുക്ക് കോമൺ സിസ്റ്റത്തിൽ നമുക്ക് ഇതിനെ നെയിം ചെയ്യാം. കോമൺ സിസ്റ്റത്തിൽ നെയിം ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് വിളിക്കുന്നത്. ഈ സെക്കൻഡ് കാർബൺ ബീറ്റ കാർബൺ, തേർഡ് കാർബൺ ബീറ്റയാണ്, ഫോർത്ത് കാർബൺ പിന്നെയും ആൽഫ കാർബൺ ആണ്. അതായത് ഈ പൊസിഷനും ഈ ഓപ്പോസിറ്റ് പൊസിഷനും ആൽഫ കാർബൺസും ഈ സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും ബീറ്റ കാർബൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് നെയിം ചെയ്യാവുന്ന ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് കാർബണിൽ ക്ലോറിൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പേര് എന്ത് വരും? ഇതിന്റെ പേര് 1-chloro-naphthalene. എന്താണ് ഇതിന്റെ പേര്? 1-chloro-naphthalene. ഇനി ഈ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ആൽഫ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു, ആൽഫ കാർബൺ. അപ്പൊ ഇതിന് ആൽഫ ക്ലോറോ-നാഫ്തലീൻ എന്ന് വിളിക്കാവുന്നതാണ്. ആൽഫ ക്ലോറോ-നാഫ്തലീൻ. വേറൊരു കോമ്പൗണ്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് ഈ നാഫ്തലീന്റെ ഉള്ളില് ഫസ്റ്റ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും ഇല്ല, സെക്കൻഡ് പൊസിഷനിലാണ് ക്ലോറോ ഗ്രൂപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ പേര് എന്ത് വരും? ഇതിന്റെ പേര് 2-chloro-naphthalene. 2-chloro-naphthalene എന്നാണ്. ഇനി ഈ സെക്കൻഡ് പൊസിഷൻ നമ്മൾ ബീറ്റ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേര് ബീറ്റ-chloro-naphthalene എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ 2-chloro-naphthalene ഓർ ബീറ്റ-chloro-naphthalene. ഓക്കെ, ഇതുപോലെ തന്നെ ക്ലോറിന് പകരം ഇവിടെ OH ഗ്രൂപ്പ് വരാം. അപ്പൊ എന്ത് വിളിക്കും നമ്മള്? 1-naphthol. ഇറ്റ് ഇസ് കോൾഡ് 1-naphthol ഓർ ആൽഫ-നാഫ്തോൾ. അതുപോലെ തന്നെ ഈ ക്ലോറിന്റെ അവിടെ നമുക്ക് OH ഗ്രൂപ്പ് വരാം. അപ്പൊ നമ്മൾ വിളിക്കുന്നതാണ് 2-naphthol അല്ലെങ്കിൽ ബീറ്റ-നാഫ്തോൾ. അപ്പൊ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂവൻസിനെ നെയിം ചെയ്യേണ്ടത്. നമുക്ക് ആന്ത്രസീൻ, വേറൊരു പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് ആന്ത്രസീൻ. ആന്ത്രസീന്റെ നെയിമിംഗ് അല്ലെങ്കിൽ നമ്പറിംഗ് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ആന്ത്രസീനില് ഫസ്റ്റ് കാർബൺ ഇതാണ്, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ആൻഡ് ദ ഫിഫ്ത് കാർബൺ ഇസ് ഹിയർ, സിക്സ്ത് കാർബൺ, സെവൻത് കാർബൺ, 8th കാർബൺ. ഇനി ഈ 9ഉം 10ഉം കാർബൺസ് എന്ന് പറയുന്നത് ഈ സെന്ററിലെ റിങ്ങിലുള്ളതാണ്. ഇതാണ് 9th കാർബൺ, ഇതാണ് 10th കാർബൺ. അതായത് ആന്ത്രസീൻ കൺസിസ്റ്റ് ഓഫ് 3 ഫ്യൂസ്ഡ് ബെൻസീൻ റിങ്സ് ആൻഡ് ദി നമ്പറിംഗ് ഇസ് 1, 2, 3, 4 and 5, 6, 7, 8 and the center ring contains the 9th carbon and the 10th carbon. Okay, ഇനി ആൽഫ ബീറ്റ വെച്ചിട്ട് നമുക്ക് ഇതിനെ നമ്പർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഫസ്റ്റ് കാർബണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും, സെക്കൻഡ് കാർബണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കും, തേർഡ് കാർബണിനെ പിന്നെയും ബീറ്റ കാർബൺ എന്ന് വിളിക്കും, ഫോർത്ത് കാർബണിനെ ആൽഫ കാർബൺ. അപ്പൊ ഇത് ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്, ഇത് ബീറ്റ കാർബൺ ആണ്, ഇത് ബീറ്റ കാർബൺ ആണ്.
അതുപോലെ തന്നെ ഈ റിങ്ങിലും വരും. ഇത് ആൽഫ കാർബൺ വരും, ഇത് ആൽഫ കാർബൺ വരും. 6th and 7th പൊസിഷനിൽ ബീറ്റ കാർബൺസ് ആണ്. ഇനി വാട്ട് അബൌട്ട് 9 and 10 പൊസിഷൻസ്? 9 and 10 പൊസിഷൻസ് ആർ കോൾഡ് ഗാമ കാർബൺസ്. അപ്പൊ 3 കാർബൺസ് ഉണ്ട് ആന്ത്രസീനില്. 1, 4, 8, 5 അതൊക്കെ ആൽഫ കാർബൺസും, 2, 3, 6, 7 ഒക്കെ ബീറ്റ കാർബൺസും, 9, 10 ആർ ഗാമ കാർബൺസ്. അപ്പൊ നമുക്ക് ഇതിനെ നെയിം ചെയ്യാവുന്നതാണ്. ഇത് ആന്ത്രസീന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഇതിനെ വിളിക്കുന്നത്, ഇത് 9th പൊസിഷനാണ്. 9th പൊസിഷനിലാണ് ക്ലോറിൻ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് 9 ക്ലോറോ ആന്ത്രസീൻ. ഇറ്റ്സ് കോൾഡ് 9 ക്ലോറോ ആന്ത്രസീൻ. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഗാമ ക്ലോറോ ആന്ത്രസീൻ. ഓക്കെ. ഇനി ഇത് വേറൊരു ആന്ത്രസീൻ റിംഗ് ആണ്. ഇതിനെ നമുക്ക് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന വിധത്തിൽ നമ്മൾക്ക് നമ്പർ ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ. അപ്പൊ എന്ത് വരും ഇതിന്റെ പേര്? ആന്ത്രസീൻ 2 സൾഫോണിക് ആസിഡ്. ഇറ്റ്സ് കോൾഡ് ആന്ത്രസീൻ 2 സൾഫോണിക് ആസിഡ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ആന്ത്രസീൻ ആൽഫ, സോറി, ഇത് ദി ബീറ്റ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ആന്ത്രസീൻ ബീറ്റ സൾഫോണിക് ആസിഡ് അങ്ങനെ വിളിക്കാവുന്നതാണ്. സോ ദിസ് ഇസ് ദി നമ്പറിംഗ് ഓഫ് ആന്ത്രസീൻസ്. Now let us discuss the resonance of naphthalene. Naphthalene is considered to be a resonance hybrid of 3 structures, commonly called as Kekule structures. So these are the resonance structures of naphthalene. This is the first structure, this is the second structure, and this is the third structure. In the first structure, the first ring contains the 3 double bonds, and in the second structure, the 3 double bonds are delocalized. They go to the other carbon atoms. As you can see, in the first structure, the double bond was here, but in the second structure, the double bond is here. And the third structure, the second ring contains the 3 double bonds. The second ring contains the 3 double bonds. So these are the 3 resonance structures or the Kekule structures of naphthalene. So naphthalene is a planar compound with 2 partially overlapping pi clouds over the ring and below the ring. Thus the overall pi cloud above the naphthalene ring resembles the digit 8. It has the shape of 8. 8 ഇതെന്ന പോലത്തെ ഒരു റിംഗ് ക്ലൗഡ് ആണ് ഇവിടെ വരുന്നത്. കണ്ട 8 എഴുതിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അത് above the plane of the ring ഉണ്ട്, below the plane of the ring ഉണ്ട്. And it is aromatic in nature and it obeys Huckel's 4n+2 rule of aromaticity. അക്കലിന്റെ റൂൾ അനുസരിക്കുന്ന നല്ലൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ആന്ത്രസീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പൊസിഷൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 4, 5, 8 are equivalent of the alpha positions. Also 2, 3, 6, 7 they are beta positions or equivalent positions. Now let us discuss the synthesis of naphthalene. How can we synthesize naphthalene? The most important method is the Haworth synthesis of naphthalene, and it is given here. In the Haworth synthesis, we start from benzene. We make naphthalene from benzene. Benzene, in the first step, benzene is first treated with a succinic anhydride in the presence of anhydrous aluminum chloride to get beta benzoyl propionic acid. This is beta benzyl propionic acid. This reaction is Friedel-Crafts acylation of benzene. That is, we take benzene, we react with the succinic anhydride. This is succinic anhydride in the presence of aluminum chloride. And what happens is that the bond breaks here and the CO bond attaches to this position or this position, and we get this
molecule, which is beta benzyl propionic acid. Okay. The second step is the Clemmensen reduction. In Clemmensen reduction, beta benzoyl propionic acid is treated with zinc amalgam and hydrogen chloride or concentrated hydrochloric acid to give a gamma phenyl butyric acid. This is gamma phenyl butyric acid. That is in Clemmensen reduction, the C double bond O has been reduced to a CH2 group. Here there is a CH2 group. So the CO group becomes CH2 group, and that is called Clemmensen reduction. So the reagent uses zinc amalgam in the presence of HCl. Okay. So this is a gamma phenyl butyric acid. Okay. This is the gamma position, and there we have a phenyl group. So this is called a gamma phenyl butyric acid. The third step is ring closure. Ring closure. Gamma phenyl butyric acid is heated with concentrated sulfuric acid or HF or polyphosphoric acid to get alpha tetralone. This is alpha tetralone. That is, we use a dehydrating agent here. Dehydrating agent can be HF or polyphosphoric acid or concentrated sulfuric acid. And what happens is that water is eliminated. The hydrogen present in this carbon and the OH present in this carbon gets eliminated as a water, and this carbon gets attached here. So there is the formation of two rings, and this compound is called alpha tetralone. This is alpha tetralone. So was the third step. In third step, we get a ring. There is a ring closure by the elimination of water from the structure using concentrated sulfuric acid. Now we go to the fourth step. Fourth step is again we do Clemmensen reduction. Alpha tetralone, which is this molecule, is heated with zinc amalgam and concentrated HCl to give a tetraline. This is tetraline, which is 1,2,3,4 tetrahydronaphthalene. And this process is called a Clemmensen reduction. So in Clemmensen reduction, this CO group is again reduced to CH2 group. There we have a CH2 group, and so this is called a tetraline. This compound is called tetraline. The CO group has now become CH2 group, and this is called a tetraline. So tetralone has been converted into tetraline. Okay. This is the method uses Clemmensen reduction, where we use zinc amalgam and HCl. Also in the previous step we had another Clemmensen reduction step. Okay. Now let us discuss the fifth step. This is the fifth step. In the fifth step we do aromatization. Tetraline is heated with selenium or palladium to get naphthalene through dehydrogenation. That is, aromaticity is introduced into the second ring also. So we can see that now this ring is also aromatic because dehydrogenation has taken in this ring using palladium or selenium. So we have two aromatic rings, and this is naphthalene. So the last step was aromatization to get two aromatic rings. So this is naphthalene. So this is the Hayward synthesis of naphthalene. Hope you understood. Now let us discuss the uses of naphthalene. Naphthalene is used as naphthalene balls in wardrobe, kitchen, urinal, bookshelf, etc. This is the naphthalene balls. It is used in chemical industry, pharmaceutical industry, agriculture products, plastics, photographic products, moth repellent, and the manufacture of dyes, explosives, synthetic resins, and in the production of phthalic anhydride, alpha naphthol and beta naphthol. Okay.
Now let us discuss the electrophilic substitution reactions of naphthalene. Naphthalene, like benzene, undergoes electrophilic aromatic substitution reaction preferentially at the alpha position, also called the 1 position. This is the alpha position or the 1 position. This is because the relative stability of the carbocation intermediate is very stable at the alpha position. Okay. So we can see that the carbocation by attack of the electrophile at the first position or at the carbon 1 position is this and this uh, carbocation is resonance stabilized. We can draw these resonance forms 1, 2, 3, 4, etc. Okay, 4 resonance structures have been drawn here for this carbocation. Also, we can draw other resonance structures also. So the resonance structures are more for attack of the electrophile at the carbon 1. But what about carbon 2? Attack at the carbon second position, we can draw only less resonance structures. Less resonance structures are there present. So that means electrophile always attacks at the first carbon. Okay. So we have more substitution, electrophilic substitution reaction at the first carbon. It can be seen that in the first two of the resonance structures of the intermediate carbon carbocation formed, the aromatic sextet is preserved in the ring that is not under attack. There is a aromatic ring in the carbon which is not or in the ring that is not attacked. The number of the more stable structures of the carbocation retaining the aromatic sextet in one ring is seen to be more for the alpha attack than for the beta attack. Consequently, the intermediate carbocation in the alpha attack is more resonance stabilized than in the beta attack. Electrophilic attack would therefore occur preferentially at the alpha position than at the beta position. Okay. അപ്പൊ ആൽഫ അറ്റാക്കിൽ ഇലക്ട്രോഫൈൽ വരുന്നതാണ് കൂടുതൽ റെസണൻസ് സ്റ്റെബിലൈസേഷൻ വരുന്നത്. നമുക്ക് കൂടുതൽ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇവിടെ വരയ്ക്കാവുന്നതാണ്. അതിലെല്ലാത്തിലും തന്നെ നമുക്കറിയാവുന്നതാണ് ഈ ഫസ്റ്റ് റിങ്ങിന്റെ ആരോമാറ്റിസിറ്റി പോയിട്ടില്ല. അതിന് 3 ഡബിൾ ബോൺസ് ഉണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ കൂടുതൽ റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് ഈ ആൽഫ അറ്റാക്കിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അത് മാത്രമല്ല അതിലൊക്കെ തന്നെ ഒരു റിങ്ങില് ആരോമാറ്റിസിറ്റി പോയിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയുണ്ട്, 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 എല്ലായിടത്തും ആരോമാറ്റിസിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് ബീറ്റ അറ്റാക്കിൽ എന്ത് സംഭവിക്കും നോക്കാവുന്നതാണ്. ബീറ്റ അറ്റാക്കിൽ റെസണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് കുറവാണ് വരയ്ക്കാൻ പറ്റുന്നുള്ളൂ, വളരെ കുറവാണ് വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക സബ്സ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നത് ആൽഫ പൊസിഷനിലാണ് അല്ലെങ്കിൽ കാർബൺ 1 പൊസിഷനിലാണ്. ഓക്കെ, കാർബൺ 1 പൊസിഷനാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമുക്ക് കുറച്ച് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തത് നൈട്രേഷനും രണ്ടാമത്തത് സൾഫോണേഷനുമാണ്. ഓക്കെ, naphthalene reacts with concentrated nitric acid in the presence of concentrated sulfuric acid at 60 degrees centigrade to give alpha nitronaphthalene or 1 nitronaphthalene. Okay. അപ്പൊ നാഫ്തലീനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സർ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണ് 60 ഡിഗ്രി സെന്റിഗ്രേഡിലാണെങ്കിൽ നമുക്ക് 1 നൈട്രോ നാഫ്തലീൻ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് സൾഫോണേഷനും. ഇൻ സൾഫോണേഷൻ naphthalene reacts with concentrated sulfuric acid at 60 to 80 degrees centigrade to yield alpha naphthalene sulfonic acid or 1 naphthalene sulfonic acid. Naphthalene reacts with concentrated sulfuric acid at 165 degrees centigrade to yield mainly
beta-naphthalene sulfonic acid or 2-naphthalene sulfonic acid. അതായത് രണ്ട് തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നാഫ്തലീനിൽ. നമ്മൾ 80 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാഫ്തലീൻ 1 സൾഫോണിക് ആസിഡ് കിട്ടും. 165 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് നാഫ്തലീൻ 2 സൾഫോണിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ 2 നാഫ്തലീൻ സൾഫോണിക് ആസിഡ് ആണ്. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Among the electrophilic aromatic substitution reactions, sulfonation is unique due to the reversible nature of the steps. During sulfonation of naphthalene, the alpha substitution product is easier to form because its formation takes place at a faster rate. The intermediate carbocation leading to the formation is more stable as compared to that for the formation of the beta substitution product. Thus, we can say that the alpha substitution product is the kinetically favored product. So, this is the kinetically favored product because the carbocation that forms this product is more stable. It can be seen that in alpha naphthalene sulfonic acid, the bulky sulfonic acid group in the one position, this is the one position, is too close to the hydrogen atom at the 8th position, and this gives rise to unfavorable steric interaction. But in the beta naphthalene sulfonic acid, the sulfonic acid at the second position has more space and there is no severe steric interaction with the hydrogens on its either side. That is the 1 and the 3rd positions. So we can say that the beta substitution product is thermodynamically favored product. So this alpha substitution product is the kinetically favored product, and this beta substitution product is the thermodynamically favored product. At lower temperatures like 80 degrees centigrade, the kinetic or 100 degrees centigrade, the kinetic product, which is the alpha naphthalene sulfonic acid or naphthalene 1 sulfonic acid, has a lower tendency to undergo desulfonation, and so this is the major product. But at high temperatures, say 160 degrees centigrade, the thermodynamically favored product, which is the beta naphthalene sulfonic acid, is the major product. That is why below 100 degrees centigrade we get naphthalene 1 sulfonic acid, and at 160 degrees centigrade we get naphthalene 2 sulfonic acid. Now let us discuss polycyclic arenes or aromatic compounds are carcinogens. Certain polycyclic aromatic hydrocarbons are carcinogenic, that is they produce cancers. They are formed upon incomplete combustion of organic materials like fossil fuels, coal and tobacco. Unsubstituted polycyclic aromatic hydrocarbons that enter into the body are not very soluble, so to eliminate them, the body oxidizes them to make them more water soluble and tries to excrete them through urine. The metabolic oxidation products are the real culprits in causing cancer. A particularly well-studied carcinogenic polyaromatic hydrocarbon molecule is benzoapyrene, a well-distributed environmental pollutant. It is produced in the incomplete combustion of organic matter such as automobile fuel and kerosene, in incineration of
refused materials in forest fires, in tobacco smoke, and in roasting, broiled, grilled, or barbecued meats. It can produce a tumor on mice in short time when only trace amounts of it are painted on the skin. Its biological effect was noted as long as 1775 by Sir Percival Pott, a surgeon at London's St. Bartholomew's Hospital. Its presence in soot was identified as the cause of high incidence of scrotal cancer in chimney workers. Also, lung and lip cancer is common in habitual smokers. Some other examples of polyaromatic hydrocarbons which are carcinogens are given below, which is dibenzo A L-pyrene, benz A anthracene, dibenz AH anthracene, 7,12 dimethyl benz A anthracene, etc. So all of these are potent carcinogens. So this is our discussion about polycyclic aromatic hydrocarbons. Thank you.